LDFിനുണ്ടായത് അപ്രതീക്ഷിത തിരിച്ചടിയാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. CPM വോട്ട് ചോർന്നിട്ടുണ്ട്. അത് തളിപ്പറമ്പിലും പയ്യന്നൂരും മാത്രമല്ല. ഇത് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും പരിശോധിക്കും. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില പിശകുകളും പറ്റും. അത് മാത്രമാണ് ഉണ്ടായതെന്നും EP കീച്ചേരിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. LDFിന് അപ്രതീക്ഷിതമായ പരാജയമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്നും ഇത്തരമൊരു വിധി ഉണ്ടാകുമെന്ന് കരുതിയിരുന്നില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. സംസ്ഥാനത്തിന് വലിയ പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞ സർക്കാരാണിത്. എല്ലാ മേഖലയിലും പുരോഗതി ഉണ്ടായി. ജനവിരുദ്ധമായ ഒരു കാര്യവും സർക്കാർ സ്വീകരിച്ചിട്ടില്ല. എന്നാൽ സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും വലതുപക്ഷത്ത് നിലയുറപ്പിച്ചു. ഈ ഗവൺമെന്റ് എന്തെങ്കിലും ജനവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഭരണരംഗത്ത് നിർവഹിച്ചിട്ടുണ്ടോ? ഇവിടെ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വലതുപക്ഷ ശക്തികൾ ശക്തരാണ്. ആ വലതുപക്ഷത്തിൻ്റെ പ്രധാന ഒരു രംഗമെന്ന് പറയുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളുമാണ്. ഞങ്ങൾക്കൊക്കെ പരിമിതമായിട്ടുള്ള സഹകരണങ്ങളും സഹായങ്ങളും നൽകാൻ മാത്രമേ സാധാരണ മാധ്യമങ്ങൾക്ക് സാധിക്കൂ. പക്ഷേ വലതുപക്ഷ ശക്തികളുടെ കൈവശമാണ് നമ്മുടെ മാധ്യമ ശൃംഖല മുഴുവൻ. ആ വലതുപക്ഷം അവരുടെ ശക്തി തെളിയിച്ചാൽ അതിൻ്റെ ഫലം ഇടതുപക്ഷം ദുർബലമാകും. 102 സീറ്റ് നേടിയ UDFന് ഇതുവരെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല. ആ മുന്നണിയുടെ തകർച്ച ആരംഭിച്ചു കഴിഞ്ഞു. BJPക്ക് 3 സീറ്റ് ലഭിച്ചു. ഇത് ദുഃഖത്തിന്റെ ആരംഭമാണെന്നും EP പറഞ്ഞു. ഇപ്പോൾ തന്നെ കേരള നിയമസഭയിൽ BJP 3 സീറ്റ് നേടിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ അതൊരു ദുഃഖത്തിൻ്റെ ആരംഭമാണ്. ഇത്തരമൊരു കാലഘട്ടം അതിൻ്റെ അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കാനല്ല UDFകാർ ശ്രമിച്ചത്. അവർ ഇടതുപക്ഷ വിരുദ്ധം, മാർക്സിസ്റ്റ് വിരുദ്ധം ആ നിലപാടാണ് അവർ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഉപയോഗിച്ചത്. നേതൃത്വത്തിന് പിശക് പറ്റിയിട്ടില്ല എന്ന് പറയുന്നില്ല. നല്ലത് ഒരുപാട് ചെയ്യുമ്പോൾ പിശക് സംഭവിക്കാം. തെറ്റ് എന്ത് എന്ന് കണ്ടെത്തി കരുതലോടെ മുന്നോട്ട് പോവുക എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇടതുമുന്നണിയുടെ ജനകീയ ശക്തി തകർന്നിട്ടില്ലെന്നും EP പറഞ്ഞു. കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി 35 സീറ്റിലായി എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ ജനകീയ ശക്തിക്കൊന്നും എല്ലാം തകർന്നു കഴിഞ്ഞു എന്ന് ധരിക്കരുത്. ഞങ്ങൾ ഇനിയും ജനങ്ങളുടെ മുമ്പാകെ നാടിൻ്റെ കാര്യങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി, ഞങ്ങൾ നിർവഹിച്ച കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് ഞങ്ങളിൽ നിന്നും ചോർന്നു പോയിട്ടുള്ള ജനകീയ ശക്തി തിരിച്ചു പിടിക്കാനും ഞങ്ങൾ എതിർക്കുന്ന ജനകീയ ശക്തിയെ ഞങ്ങളോടൊപ്പം കൊണ്ടുവരാനും ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുത്ത് നേടും. പയ്യന്നൂരിലും തളിപ്പറമ്പിലും തോൽവി പ്രതീക്ഷിച്ചിരുന്നില്ല. ഇവിടെ മാത്രമല്ല വോട്ട് ചോർന്നിട്ടുള്ളത്, മറ്റു പല മണ്ഡലങ്ങളിലും ചോർന്നു. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നത് വിശദമായി പരിശോധിക്കുമെന്നും പാർട്ടി കമ്മിറ്റികളെല്ലാം ഉടൻ ചേരുമെന്നും EP വ്യക്തമാക്കി. ശൈലി ഓരോ നേതാക്കൾക്കും വ്യത്യസ്തമാണ്. അത് പൊതുവൽക്കരിക്കുന്ന രീതിയാണ് ഇപ്പോൾ നടക്കുന്നത്. പിണറായി വിജയനെ മാറ്റണം എന്ന് CPI പറയാൻ സാധ്യതയില്ല. പ്രതിപക്ഷ നേതാവ് ആരാകണമെന്ന് നിയമസഭ ചേരുമ്പോൾ തീരുമാനിച്ചാൽ മതി. ഇക്കാര്യത്തിലൊന്നും LDFിൽ ആശയക്കുഴപ്പമില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.